2006 നിയമസഭ തിരഞ്ഞെടുപ്പ്. പാർട്ടിയുടെ മുഖമായ ഒരു മുതിർന്ന നേതാവിനെ അത്തവണ ഇലക്ഷനിൽ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന ഇടതുപക്ഷത്തിന്റെ തീരുമാനം വന്നു. ഈ വാർത്ത വളരെ വേഗത്തിൽ ബ്രാഞ്ച് കമ്മിറ്റികളിലേക്ക് പടർന്നു. പൊതുവെ കേഡർ സ്വഭാവമുള്ള ഇടതു പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും അത് മറനീക്കി പുറത്തു വരുന്നത് അപൂർവമായിരുന്നു. പക്ഷേ ആ നേതാവിനെ മാറ്റി നിർത്താനുള്ള തീരുമാനത്തിനെതിരെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പ്രതിഷേധം ഇരമ്പി. നേതാവിനോടുള്ള ആദരസൂചകമായി അയാളുടെ ചിത്രം പതിച്ച ബാനറുകളുമായി ജനം തെരുവിലേക്ക് ഇറങ്ങി. അയാളുടെ പേര് ഉച്ചത്തിൽ വിളിച്ച് അവർ പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ചു. അന്ന് ആ പ്രതിഷേധ പ്രകടനങ്ങളിൽ ഉയർന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇതായിരുന്നു: കണ്ണേ കരളെ VS ഞങ്ങളുടെ ചെങ്കിലെ റോസാപ്പൂവേ. അതെ, തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ഒരു ജനതയെ മുഴുവൻ കൂടെ നിർത്തിയ ആ മനുഷ്യന്റെ പേരായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. വിവാഹത്തിന് മുമ്പ് ഒരു ശുപാർശയുമായി VSനെ കാണാൻ പോയ കാര്യം ഭാര്യ വസുമതിയമ്മ ഒരു അഭിമുഖത്തിൽ ഓർത്തെടുക്കുന്നുണ്ട്. അന്ന് എൻ്റെ ഒരു ജോലി ആവശ്യത്തിനാണ് മറ്റൊരു സഖാവിനൊപ്പം ഞാൻ VSനെ കാണാൻ ചെല്ലുന്നത്. എൻ്റെ ആവശ്യം മൂളി കേട്ടതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. എനിക്ക് ആ ജോലി കിട്ടിയില്ല. പിന്നീടാണ് അറിയുന്നത് ശുപാർശയുമായി ചെന്നാലൊന്നും അവിടെ കാര്യം നടക്കില്ലെന്ന്. ഇന്ന് വരെ മറ്റൊരാളുടെ ശുപാർശയ്ക്കനുസരിച്ച് VS ഒന്നും ചെയ്തതായിട്ട് അറിയില്ല. അവർ ചിരിയോടെ പറഞ്ഞു നിർത്തി. അതായിരുന്നു സഖാവ് VS. നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത, പറയാനുള്ളത് പറഞ്ഞു തന്നെ പോകുന്ന മനക്കരുത്തിൻ്റെ പ്രതീകം. 4.5 വയസ്സിൽ അമ്മയെയും 11-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട VSനെങ്ങനെ മനക്കരുത്തില്ലാതിരിക്കും. 1940 തൻ്റെ 17-ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. കുട്ടനാട്ടിലെ കർഷകർക്ക് വേണ്ടി സംസാരിച്ച് സമരമുഖത്തേക്ക്. കൂലിയായി കൊടുക്കുന്ന 2.5 ഇടങ്ങഴി അരിയുടെ കാര്യത്തിലും ജന്മിമാർ കള്ളത്തരം കാണിക്കാൻ തുടങ്ങിയതോടെ പരാതികൾ ഉയർന്നു. VS വിഷയത്തിൽ ഇടപെട്ടു. പണി കഴിഞ്ഞ ശേഷം കൂലി വാങ്ങാതെ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കി മടങ്ങാൻ VS തൊഴിലാളികളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ തുടർച്ചയായി 7 ദിവസങ്ങൾ ജന്മിമാർ മുട്ടുമടക്കി. സമരം ആലപ്പുഴയുടെ മറ്റു മേഖലയിലേക്കും വ്യാപിച്ചു. 1946 പുന്നപ്ര വയലാർ സമരത്തെ തുടർന്ന് ഒളിവിലായിരുന്ന VSനെ പൂഞ്ഞാറിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് പോലീസ് സ്റ്റേഷനിലെ കൊടിയ പീഡനത്തെ തുടർന്ന് അവശനിലയിലായ VSനെ അന്ന് സഹായിച്ചത് മോഷണ കേസിൽ സ്റ്റേഷനിലുണ്ടായിരുന്ന കോലപ്പൻ എന്നു പേരുള്ള ഒരു കള്ളനായിരുന്നു. ഇയാളെ പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ VS തന്നെ ഓർത്തെടുക്കുന്നു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിൽ നിന്ന് പിണങ്ങിയിറങ്ങിയ VSും സംഘവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ചു. പിന്നീട് നടന്നതൊക്കെ ചരിത്രം. 2006 തൻ്റെ 82-ാമത്തെ വയസ്സിൽ VS കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. അടിമുടി പാർട്ടിക്കാരനായിരുന്നെങ്കിലും ചിലപ്പോഴൊക്കെ അയാൾ പാർട്ടിക്ക് മുന്നേ നടന്നു. പ്രായത്തിൻ്റെ അവശതയെ മറന്ന് മതികെട്ടാൻ ചോല കയറിയ VSനെ മലയാളികൾ എളുപ്പം മറക്കില്ല. പ്രായഭേദമന്യേ മനുഷ്യരിൽ VS എന്ന മനുഷ്യൻ ചെലുത്തിയ സ്വാധീനം ചെറുതായിരുന്നു. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ദൈവത്തെ ഇഷ്ടമാണോ എന്ന ഒരു കുട്ടിയുടെ ചോദ്യത്തിന് VS പറഞ്ഞ മറുപടി ഭയങ്കര രസകരമായിരുന്നു. ദൈവത്തെയും ദേവനെയും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, അതിൽ ഇന്നാളൊന്നുമില്ല. പക്ഷെ അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയം എല്ലാവരെയും പോലെ എനിക്കുമുണ്ട്. VS അന്ന് കുരുന്നു മനസ്സുകളെ നോവിക്കാതെ പറഞ്ഞവസാനിപ്പിച്ചു. VSന് പ്രായമായി എന്ന് വിഷമം പറഞ്ഞിരുന്ന സഖാക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷേ VSന് മാത്രമേ പ്രായമാകുന്നുള്ളൂ. അയാൾ കേരള സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് ഒരിക്കലും പ്രായമാവില്ല. അത് കാലങ്ങളോളം നിലനിൽക്കും. കേരളം രാഷ്ട്രീയം കണ്ട ഏറ്റവും മികച്ച നേതാവിന്, തികഞ്ഞ കമ്മ്യൂണിസ്റ്റിന് ഹൃദയം കൊണ്ടൊരു ലാൽ സലാം.